പച്ചമരുന്നുകാരി, എന്റെ അമ്മേ, ചോറ്റെനിക്കൊരു ദേവി. ചേച്ചി, മോളെ, എങ്ങനെയുണ്ട് അമ്മാവുക്ക്? ചില ദിവസങ്ങളിൽ പനിയും തളർച്ചയൊക്കെ ഉണ്ട്. തളർച്ച, പനി? അതെന്താ അങ്ങനെ? തരവില്ലല്ലോ. എന്താ ചെയ്യ, അമ്മയ്ക്ക് സുഖമില്ല. അല്ല, എവിടെയായിരുന്നു ചേച്ചി? ഒരുപാട് അന്വേഷിച്ചു. ഊര് മാറി മാറി നടന്ന് ചികിത്സ നടത്തുന്നതല്ലേ മോളെ ഞങ്ങൾക്ക് ശീലം. കുറെ നാൾ ദൂരെ ഒരു സ്ഥലത്ത്. എന്തായാലും ഞാൻ അമ്മാവയെ മറക്കില്ല. അതല്ലേ വന്നത്. സൈമൺ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അല്ല, വീട്ടിലും കണ്ടില്ല. വാ, അമ്മാവയെ കാണാം. എങ്ങോട്ടാ? അത് പറയാതെ തന്നെ നിനക്കറിയാവല്ലോ ശിവകാമി. എന്റെ അമ്മയെ ഇവര് ചികിത്സിക്കണ്ട. ദീനം മാറണ്ടേ മോളെ? നിങ്ങളുടെ ചികിത്സയില് എനിക്ക് വിശ്വാസമില്ല. അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, എനിക്കും. ശിവകാമി മാറ്. ഇല്ല, എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു ചികിത്സയും എന്റെ അമ്മയ്ക്ക് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ശിവകാമി, ഇപ്പോ തർക്കിക്കാനുള്ള സമയമല്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാ ഇവര് വന്നത്. അമ്മയെ കാണണം. പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? നല്ല രീതിയിൽ പറഞ്ഞാൽ നീ അനുവദിക്കില്ല അല്ലേ? എങ്കി മോശം രീതിയിൽ പറഞ്ഞ് അനുസരിപ്പിക്കാൻ നോക്ക്. അപ്പോ പ്രവർത്തിച്ചാലോ? എങ്കി അതിന് നോക്ക്. മോറ് നിക്കടി. വാ. അമ്മേ, ദേ ഇതാരാ നോക്കി. നിങ്ങൾ വന്നു അമ്മ. കുറെ നാൾ ദൂരെ ഒരിടത്തായിരുന്നു. അതാ അല്പം വൈകിയത്. ഏതായാലും വന്നല്ലോ. ഇവളുടെ എന്റെയും ആദ്യം തീർന്നു. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് മരുന്ന് കൊടുത്തോ മോളെ? അയ്യോ ഇല്ല, കൊടുക്കാൻ മരുന്ന് എടുത്തപ്പോഴാ ചേച്ചി വിളിച്ചത്. ആ മരുന്നിങ് കൊണ്ടുവരൂ. തളർച്ച, വിളർച്ച, പനി, ഇതൊന്നും ഞങ്ങളുടെ ചികിത്സയിൽ വരാൻ പാടില്ല. പിന്നെന്താ ഇങ്ങനെ? മോളെ, ഞാൻ തന്നാ മരുന്ന് കൊണ്ടുവരൂ. കൊണ്ടുവരാം.
മരുന്ന് മാറിയിട്ടുണ്ടല്ലോ മോളെ. അയ്യോ ഇത് വേറെ മരുന്നാ. എന്റെ ദേവി, രോഗശാന്തി വരാത്തത് അതുകൊണ്ടാ. ഇത് കുറേ ദിവസം കൂടി കഴിച്ചിരുന്നെങ്കിൽ രോഗി തന്നെ ഇല്ലാതായേനെ. എന്റെ ദേവി, ഇനി ഈ മരുന്ന് കൊടുക്കണ്ട. ഇതാ ഈ ഗുളിക രൂപത്തിലുള്ള മരുന്ന് കൊടുത്താൽ മതി. പിന്നെ ഈ ഗുളിക വളരെ ഭദ്രമായിട്ട് വെക്കണം. ശത്രു ഈ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളെന്താ നുണ പറഞ്ഞ് കുടുംബം കലക്കാനുള്ള ശ്രമമാണോ? ഒന്നുമില്ല മോളെ, സത്യം പറഞ്ഞു. അമ്മാവുടെ ജീവനാ ശത്രുവിന്റെ ലക്ഷ്യം. ശ്രദ്ധിച്ച അമ്മാവുക്കും കുട്ടിക്കും നല്ലത്. അവളും അമ്മയും ശ്രദ്ധിച്ചാ മതിയെങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളത് ഞാനാ. ഞാൻ മരുന്ന് മാറ്റി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞില്ല. പറയുമെന്നർത്ഥം. വാ ഇവിടെ. എന്താ മോളെ ഇത്? ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് പോകരുത്. എന്താടി നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ. എന്താ നോക്കുന്നത്? മര്യാദയ്ക്ക് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. കള്ളക്കൂട്ടം വ്യാജ മരുന്നും തന്ന് ആളെ കൊല്ലാൻ നടക്കുക. മോളെ, കാഴ്ചയ്ക്ക് ഐശ്വര്യവും ഭംഗിയും ഒക്കെ കുറവാ. എന്നാലും ഞങ്ങള് സത്യവും ധർമ്മവും വിട്ട് ജീവിക്കില്ല. ആളുകളെ കൊല്ലാനും ശ്രമിക്കില്ല. ഓടി പ്രസംഗിക്കാതെ, അല്ലെങ്കിൽ അടിച്ചും പല്ലു ഒഴിക്കും. പോവാ മോളെ. പക്ഷെ ഒന്നോർത്തോ, മോളുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയാ ഞാനും. എന്റെ മുഖത്താ മോള് തല്ലിയത്. ശപിക്കുന്നില്ല, പകരം മോളെ ദൈവം ശിക്ഷിക്കരുതെന്ന് പ്രാർത്ഥിക്കാം. പോട്ടെ മോളെ. ചേച്ചി, എന്താ ശിവേത്? മാറി നിൽക്ക്. ശിവകാമി, എന്തൊക്കെയായാലും നീ നിലം മറന്ന് പെരുമാറിയത് ശരിയായില്ല. ഞാൻ എന്ത് ചെയ്തു? ഓ, അതും മറന്നോ? ഓ, തല്ലിയത് കൊടുക്കേണ്ട ശിക്ഷയെ കൊടുത്തുള്ളൂ. ആകെ നമ്മൾ 3 പേര് താമസിക്കുന്ന ഈ വീട്, ശത്രു ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ പരസ്പരം തെറ്റിദ്ധരിക്കില്ലേ നമ്മള്? അതും പോരാഞ്ഞ് അമ്മയും ഭാഗ്യവും ശ്രദ്ധിച്ചാൽ നന്നെന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? മരുന്ന് മാറ്റിയത് ഞാനാണെന്ന്. ഞാനെന്താ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളും വിശ്വസിക്കുന്നത് അത് തന്നെയാണോ? ആയിരിക്കും. അല്ലെങ്കിലും എന്നെ മോശക്കാരിയാക്കാനാണല്ലോ അമ്മയുടെ ഇവളുടെ ശ്രമം. അങ്ങനെ ആര് മോശക്കാരിയാക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യമില്ല, ഞാൻ വിട്ടുതരില്ല. ഈ വക ചികിത്സയിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞത് കൊല്ലാനല്ല, രക്ഷിക്കാനാ. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. മോളെ, എനിക്ക് നീ പറയുന്ന ചികിത്സ ആവശ്യമില്ല. ക്യാൻസറിന് ചികിത്സ ഞാൻ കണ്ടുപിടിച്ചതല്ല, അത് വൈദ്യശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാ. അത് മാറാനുള്ള യഥാർത്ഥ മാർഗം. അല്ലാതെ സിദ്ധവൈദ്യന്മാരുടെയോ മന്ത്രവാദികളുടെയോ ലാടവൈദ്യന്മാരുടെയോ ചികിത്സയല്ല. ഈ വൃത്തികെട്ടവളാ എല്ലാത്തിനും കാരണം. അമ്മയെ എന്നെയും തമ്മിൽ തെറ്റിക്കാൻ. എന്നിട്ടും എനിക്കെന്താ നേട്ടം? നേട്ടം ഉണ്ടാവണമല്ലോ. ഇപ്പോ ഒരു പച്ചമരുന്നുകാരിയെ കൂട്ടുപിടിച്ച് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? ദൈവത്തെ മറന്ന് ഇങ്ങനൊന്നും പറയരുത് ശിവകാമി. ആ സ്ത്രീ എന്നെ പറഞ്ഞപ്പോ നിനക്ക് വേദനിച്ചില്ലല്ലോ. അമ്മയ്ക്ക് സങ്കടം തോന്നിയില്ല. ഒരക്ഷരം മിണ്ടിയോ രണ്ടുപേരും? ഇപ്പൊ വന്നിരിക്കുന്ന രണ്ടുപേരും എന്തിനാ? എന്നെ ശാസിക്കാനോ അതോ ഉപദേശിക്കാനോ? രണ്ടുകൊണ്ടും കാര്യമില്ലെന്ന് ഈ അമ്മയ്ക്ക് അറിയാം മോളെ. നന്നാവണോന്ന് നിനക്ക് ആഗ്രഹമില്ല.
ദിനം പ്രതി വിഷം നിറയുക നിന്റെ ഉള്ളിൽ ഈ പെറ്റമ്മയോട്. എന്നാ അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. അങ്ങനെ വിചാരിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാലും എന്റെ മോളുടെ മനസ്സ് സ്വന്തം അമ്മയോട് തൃപ്തിയായി മോളെ. നിനക്ക് തൃപ്തിയായോടി? എന്നാലും ഇത്രയും വേണ്ടായിരുന്നു ശിവകാമി. സൈമ, ദാ സൈമ, കണ്ടത് നന്നായി. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ, വീണ്ടും വിറ്റ ടിക്കറ്റിന് പ്രൈസ് അടിച്ചോ? അടിച്ചത് നിനക്ക് തന്നെയാ. എനിക്കോ? ആ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അത് വേറെ പെൺകുട്ടിയാണ്, ഒരാളെ പോലെ ലോകത്ത് വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നൊക്കെയല്ലേ? എന്റെ സൈമ, ഈ സുഖുവിന് ഒരാളെ ഒരിക്കൽ കണ്ടാൽ തെറ്റില്ല. ഇതിപ്പോ കണ്ടത് ഒരിക്കലല്ലോ. അയറിന് സുഖം വീണ്ടും കണ്ടോ? കണ്ടു. പക്ഷെ സ്വന്തം വീട്ടിലല്ല താമസം. ഇവിടുന്ന് കുറച്ചു ദൂരെ ഒരു വാടക വീട്ടില. അതെന്താ? അതിപ്പോ എങ്ങനെ എനിക്കറിയാനാ? എന്നാലും എന്റെ ഊഹം അതിന് കാരണം നീ തന്നെയാണെന്നാ. ഞാനോ? അതെ, പ്രേമം പൊളിക്കാനും നിങ്ങളെ തമ്മിൽ അകറ്റാനും അല്ലേ ആ കുട്ടിയെ ഗൾഫിൽ കൊണ്ടുപോയത്. വീണ്ടും നിങ്ങൾ തമ്മിൽ കാണാതിരിക്കാനുള്ള മാർഗമായിരിക്കും ഇത്. എന്നാലും എനിക്ക് അവളെ ഒന്ന് കാണണം. നീ കാണണം. കണ്ടാ മാത്രം പോരാ, പരാജയപ്പെട്ട പ്രേമം വിജയിപ്പിക്കാൻ വേണം. എവിടെ വാടക വീട്? ഒരു പ്രേമം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഭാഗ്യലക്ഷ്മി, എന്താ ശിവകാമി? നീ ഇത് കണ്ടോ? എങ്ങനെയുണ്ട്? ശിവകാമിക്ക് ഇത് കാലിലിട്ട് നടക്കാനാ? അല്ല, കഴുത്തി കെട്ടിക്കൊണ്ട് നടക്കാൻ. അവൾ എവിടുന്ന് വന്നവള്? ദേ, ഞാൻ നടക്കുന്നത് നീ ഒന്ന് കാണ്, എന്നിട്ട് അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് എന്റെ നടത്തം? ഇതെന്താ ഇങ്ങനൊരു നടത്തം? ഇതാണ് കാറ്റ് വാക്ക്. ഫാഷൻ ഷോയില് വലിയ വലിയ മോഡൽസും സിനിമാ നടികളും ഒക്കെ ഇങ്ങനെയാ നടക്കാറ്. എന്തിനാ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നെന്ന് ചോദിക്കടി. അല്ല, എന്തിനാ? ആ, അങ്ങനെ ചോദിക്ക്. നാളെ ഇവിടുത്തെ സ്കൂളിന്റെ ആനിവേഴ്സറിയാ. ഞാനാ മുഖ്യ അതിഥി. ചീഫ് ഗസ്റ്റ് ശിവകാമി. ആണോ? ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാ എന്താണെന്ന് മനസ്സിലായോ? അതൊക്കെ എനിക്കറിയാം. ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാവും. അവരുടെ ഇടയിലേക്ക് പോകുമ്പോ ഒരു ഗമയിലൊക്കെ വേണം പോകാൻ. നടപ്പിലും ഭാവത്തിലും ഒക്കെ അത് തോന്നണം. ദേ, ഇങ്ങനെ. ഓ, മുഖ്യ അതിഥിയല്ലേ? നിനക്കെന്താ മോളെ മുഖ്യ അതിഥിയാവാനുള്ള യോഗ്യത? ഇത് നല്ല കഥ. കുറച്ച് കാശെറിഞ്ഞാ കിട്ടുന്നതല്ലേ ഇതൊക്കെ. സ്കൂൾ ആനിവേഴ്സറി ഭാരവാഹികൾക്ക് ഞാൻ സംഭാവന കൊടുത്തു. കഷ്ടം. അംഗീകാരത്തിന് കിട്ടേണ്ട അർഹത കാശ് കൊടുത്ത് നേടുക. എനിക്കതിൽ ഒരു കഷ്ടവും തോന്നുന്നില്ല. നിനക്ക് തോന്നില്ലല്ലോ.
ശിവകാമി, ഇതുപോലെയുള്ള ചെരുപ്പിട്ട് നടക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ, വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാനതിന് നീ അല്ലല്ലോടി ചെരുപ്പിട്ട് നടക്കുമ്പോ വീഴാൻ. അയ്യോ അമ്മയ്യോ, ശിവ, ശിവേ, ശിവകാമി, അയ്യോ, നീ വിടറി. നിന്റെ ഒരു പ്രവചനം അപകടം പറ്റുമത്രേ. പറ്റില്ലേടി കരിങ്കണ്ണി, കാലം പോയി. അയ്യോ, അയ്യോ, വിടു. അയ്യോ, അയ്യോ. നീ എന്താന്ന് വെച്ചാൽ പോയി സംസാരിക്കും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് കേൾക്കണ്ട. നിന്നോട് എനിക്കൊന്നും പറയാനുമില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളോടല്ല, പിന്നെ അയറിനോട്. അവളിവിടെ ഇല്ല. എവിടെ പോയി അറിയില്ല. ഈ ചായ അത് വെറുതെയാ. എവിടെ പോയി എപ്പോൾ വരും എന്നൊക്കെ നിങ്ങൾക്കറിയാം. ചിലപ്പോൾ അവളിവിടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കണ്ടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ പൊക്കോളാം. എടാ, നിന്നെ പേടിച്ചിട്ട് തന്നെയാ ഞാനിവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തത്. 3 മാസം അവളുടെ കൂടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതിനിടയിൽ അവളുടെ കല്യാണം നടത്തും. നീ വെറുതെ അവളെ കാണണം എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ മേലിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഓ സുഹൃത്തെ, ഇവൻ വന്നത് നിങ്ങളുടെ വീട്ടിലേക്ക്. അപ്പൊ പിന്നെ അവരവന്റെ ഉദ്ദേശശുദ്ധിയെങ്കിലും മനസ്സിലാക്ക്. നമ്മളാരാ? റസാഖ്, ഇവന്റെ സുഹൃത്ത്. എന്നാ സുഹൃത്തൊരു കാര്യം ചെയ്യ്. ആ സുഹൃത്തിനെ വിളിച്ചോണ്ട് പോ. എനിക്ക് അവളെ കണ്ടേ തീരൂ. അവൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിച്ചാലും മതി. എനിക്ക് കേൾക്കണ്ട. പറയണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാനും അയറിനും തമ്മിൽ സ്നേഹമായിരുന്നു. അത് തകർത്തത് നിങ്ങളൊക്കെ കൂടിയാ. അത്രയ്ക്ക് ഗുരുതരമായ എന്ത് സ്വഭാവ ദൂഷ്യം എനിക്കുള്ളത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ പെങ്ങക്ക് ഭർത്താവായിട്ട് നീ യോഗ്യനല്ല. എന്തുകൊണ്ട്? വിശദീകരണം തരാൻ എനിക്ക് സൗകര്യമില്ല. എന്റെ പെങ്ങളുമായിട്ടുള്ള നിന്റെ ഇഷ്ടം നടക്കാനും പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ മര്യാദയ്ക്ക് പോ സൈമ. ഇതിനുവേണ്ടി നിങ്ങളെ കൊല്ലാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് അവളോട് പറഞ്ഞ് അതവൾക്ക് വിശ്വാസമായാൽ, എൻ്റെ കൂടെ വരാൻ അവൾ തയ്യാറായാൽ, ഞാൻ അവളെ വിളിച്ചോണ്ട് പോവും. എന്താണോ നീ പറഞ്ഞത്? ഞാൻ മര്യാദക്ക് പറഞ്ഞ നീ കേക്കില്ല. മര്യാദ കേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഏയ് വിട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഇതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. മാറ്റൻ അവനൊന്നും ചെയ്യരുത്. റസാഖേ,
മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. അതാ നിനക്ക് നല്ലത്. ദാ, നീ ചെയ്തതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. സൈമ, വടാ. ഞാൻ ഇനിയും വരും എന്റെ അയറിനെ കാണാൻ. ഇനി ഒരിക്കൽ കൂടി നീ ഇവിടെ വന്നാൽ നിന്റെ കഴുത്തിയാൻ വിടും. താൻ ഒരു പുല്ലും ചെയ്യില്ല. ഞാൻ വരികയും ചെയ്യും, വേണ്ടി വന്ന അവളെ വിളിച്ചോണ്ട് പോവുകയും ചെയ്യും. അതിന് നീ ജീവനോടെ ഇരുന്നിട്ട് വേണ്ടേ? കാണാം.